ഹമാസിനെ പിടിച്ചുകെട്ടാനായി ഫലസ്തീനിൽ 7 മാസമായി അരയും തലയും മുറുക്കിയിറങ്ങിയിട്ടും പ്രതിരോധ സംഘത്തിൻ്റെ പൂട പോലും തൊടാനാവാത്തതിൻ്റെ അരിശം തീരാതിരിക്കുമ്പോഴാണ് ഇസ്രായേലിൽ പാളയത്തിൽ പട അരങ്ങേറുന്നത്. ഇസ്രായേൽ മന്ത്രിസഭയിൽ തമ്മിൽ പോര് ശക്തമാണെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ നെതന്യാഹുവിൻ്റെ നിലപാടുകളിൽ ചിലർക്ക് അമർഷമുണ്ടായിരുന്നു. യുദ്ധാനന്തരം ഗസയിലെ പദ്ധതികൾ സംബന്ധിച്ച് ഇസ്രായേൽ യുദ്ധമന്ത്രിസഭയിൽ നിലനിൽക്കുന്ന തർക്കം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ. വിഷയത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പരസ്യ വെല്ലുവിളിയുമായി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അടക്കമുള്ളവർ രംഗത്തെത്തി. സംഘർഷം അവസാനിക്കുന്ന പക്ഷം ഗസയിൽ സൈനിക ഭരണം ഏർപ്പെടുത്തുന്നതിനോട് താൻ യോജിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയതു മുതൽ വിഷയം മന്ത്രിസഭയിൽ ഉന്നയിക്കുന്നുണ്ടെന്നും എന്നാൽ മറുപടികളൊന്നും ലഭിച്ചില്ലെന്നും ഗാലന്റ് കുറ്റപ്പെടുത്തി. ഇക്കാര്യത്തിൽ തീർപ്പു വരുത്താൻ നെതന്യാഹുവിനോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഗാലന്റിന് പിന്തുണയുമായി മറ്റൊരു മന്ത്രിസഭാംഗവും പ്രതിപക്ഷ നിരയിലെ പ്രധാനിയുമായ ബെന്നി ഗാൻസ് രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. എന്തു വില കൊടുത്തും രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യണമെന്നും ഗാൻസ് തുറന്നടിച്ചു. അതേസമയം ഗാലന്റിനെ രൂക്ഷമായി വിമർശിച്ച് ദേശീയ സുരക്ഷാ മന്ത്രി ഇത്താമർ ബെൻഗിവിറും ധനകാര്യമന്ത്രി ബെസലേൽ സ്മോട്രിച്ചും രംഗത്തു വന്നു. ഒക്ടോബർ 7 ഹമാസ് ആക്രമണം പ്രതിരോധിക്കുന്നതിൽ വീഴ്ച പറ്റിയ പ്രതിരോധ മന്ത്രി ഓരോ ദിവസവും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ബെൻഗിവിർ കുറ്റപ്പെടുത്തി. യുദ്ധം വിജയിക്കണമെങ്കിൽ ഇത്തരക്കാരെ തൽസ്ഥാനത്തു നിന്ന് മാറ്റണമെന്നും അദ്ദേഹം എക്സിൽ ആവശ്യപ്പെട്ടു. ഗസയിൽ വീണ്ടും ഫലസ്തീൻ ഭീകരവാദ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗാലന്റ് എന്ന് സ്മോട്രിച്ചും ആക്ഷേപിച്ചു. വിഷയത്തിൽ പ്രധാനമന്ത്രി നെതന്യാഹുവും പ്രതികരിച്ചിട്ടുണ്ട്. ഗസയിൽ ഹമാസിനു പകരം മറ്റൊരു ഭീകര സംഘത്തെ സൃഷ്ടിക്കാൻ താൻ ഒരുക്കമല്ലെന്നായിരുന്നു നെതന്യാഹുവിൻ്റെ വാക്കുകൾ. അതേസമയം ഇസ്രായേലിലേക്ക് ആയുധങ്ങളുമായി വന്ന കപ്പലിന് തുറമുഖത്തേക്ക് പ്രവേശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ് സ്പെയിൻ. തെക്കുകിഴക്കൻ തുറമുഖമായ കാർട്ടജീനയിലാണ് പ്രവേശനാനുമതി നിഷേധിച്ചത്. വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബ്രാസാണ് കപ്പലിനെ തുറമുഖത്ത് പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞ വിവരം അറിയിച്ചത്. ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു കപ്പലിനെ തടയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിലേക്ക് ഇനിയും ആയുധങ്ങളുമായി കപ്പൽ വന്നാലും സ്പെയിനിലെ തുറമുഖങ്ങളിലേക്ക് അവയെ പ്രവേശിപ്പിക്കില്ല. മിഡിൽ ഈസ്റ്റിന് ഇപ്പോൾ ആയുധങ്ങളല്ല ആവശ്യം, സമാധാനമാണ് വേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ കപ്പലിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയില്ല. ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തേക്ക് 27 ടൺ സ്ഫോടക വസ്തുക്കളുമായാണ് കപ്പൽ യാത്ര തിരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ ഗസ അധിനിവേശത്തെ രൂക്ഷമായി വിമർശിക്കുന്ന യൂറോപ്പിലെ രാജ്യങ്ങളിലൊന്നാണ് സ്പെയിൻ. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ തങ്ങളുടെ നിലപാടിനൊപ്പം ചേർക്കാനും സ്പെയിൻ ശ്രമിക്കുന്നുണ്ട്. സ്വതന്ത്രമായ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നാണ് സ്പെയിനിന്റെ നിലപാട്. നേരത്തെ ഗസയിൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പന സ്പെയിൻ നിർത്തിവച്ചിരുന്നു.